ഇന്ന് ഞാനിവിടെ ഒരു അവിയൽ വെക്കുന്ന വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. അത് ഞാൻ എടുത്തേക്കുന്നത് 3 കായ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു മുരിങ്ങയ്ക്ക. ഇതെന്താണെന്നറിയാവോ? ഇത് ചേമ്പിൻ്റെ തണ്ടാണ്. ചേമ്പിൻ്റെ തണ്ട് വെച്ച് സാമ്പാർ, തോരൻ അങ്ങനെയൊക്കെ വെക്കും. ഇത് ഞാൻ അവിയലിൻ്റെ കൂടെ ഒരു ചേമ്പിൻ്റെ തണ്ട് ഇടിയാണ്. ചേമ്പൊക്കെ ഇത് ചേമ്പിൻ്റെ തണ്ട് ചേമ്പിൻ്റെ തണ്ട് ഇതെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. മുരിങ്ങയ്ക്കയും ഒക്കെ ഇതെല്ലാം കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ആ അരിഞ്ഞ് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് കറ കളയാനായിട്ട് ഇടണം. അത് ഉപ്പും മഞ്ഞൾപ്പൊടിയോടെ കലക്കി ഇട്ടിട്ടുണ്ട്. ഞാൻ പിന്നെ ഇതിൻ്റെ കൂടെ ഇവിടെ കപ്പയ്ക്ക ഉണ്ടായത് ഞാൻ ഈ അവിയലൊക്കെ വയ്ക്കുമ്പോൾ കുറച്ച് കപ്പയ്ക്കയും കൂടെ ചേർക്കും. ഇത് കപ്പയ്ക്കയാണ്, കപ്പയ്ക്കയുടെ ഒരു കഷ്ണം പാടായിരുന്നു അവിടെ. ഞാൻ അരയ്ക്കാൻ വേണ്ടി വെളുത്തുള്ളി 2 ചുമന്നുള്ളിയും കൂടെ ഞാൻ അരയ്ക്കും. ജീരകം, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, തേങ്ങ ആവശ്യത്തിന് നമ്മൾ അരച്ചുകൊണ്ട് വരാം. അരച്ച് വെച്ചിട്ടുണ്ട്. കായൊക്കെ അരിഞ്ഞ് കപ്പയ്ക്കയും കൂടെ അരിഞ്ഞതാണിത് അവിയൽ വയ്ക്കാൻ. ഈ മുരിങ്ങയ്ക്കയും പിന്നെ ഈ ചേമ്പിൻ്റെ തണ്ടരിഞ്ഞതും ഇതൊരുവിധം വേവായിട്ടേ ഇടുന്നുള്ളൂ. ഈ മുരിങ്ങയ്ക്കൊക്കെ ഉടഞ്ഞ് ചേരും. ഉപ്പും വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം വേവിക്കാം. ഞാൻ അടുപ്പിൽ വെച്ചേക്കുകയാണ് അവിയലിന്. മുരിങ്ങയ്ക്കയും ചേമ്പും തണ്ട് അരിഞ്ഞതോടെ ഒന്ന് തിളച്ചിട്ടുണ്ട്, അതിനകത്തോട്ട് ഇടിയാന്ന്. ഇവിടെ നല്ല മഴയുണ്ട്. നിങ്ങൾക്കൊക്കെ മഴയുണ്ടോ? മഴ കാരണം പുറത്തോട്ട് ഇറങ്ങാനേ വയ്യ. ഇതൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ചിരുന്ന അരപ്പെടുത്ത് ഇതിടാം, ഇളക്കാം. ഇട്ടിട്ടുണ്ട് അരപ്പെടുത്ത്. നന്നായിട്ട് ഇളക്കി ഇളക്കിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കണം. തിളച്ച് ഇത് പറ്റട്ടെ. അവിയൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് കടുക് വറുത്ത് കുറച്ച് കറിവേപ്പിലയായിട്ടിടാം. കടുക് വറുത്ത് ഒഴിച്ചിട്ടുണ്ട്. കടുക് വറുത്തൊഴിച്ച് നമ്മുടെ കായും ചേമ്പൻ തണ്ടും മുരിങ്ങയ്ക്കായും ചേർത്ത അവിയൽ റെഡി ആയിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കി, ഉപ്പൊക്കെ കറക്റ്റാണ്. അവിയൽ റെഡി ആയിട്ട്